ഇന്ന് ഞാൻ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാ മൂക്ക് വരക്കുന്നതെന്ന് പറഞ്ഞിരട്ടെ. അപ്പൊ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഡ്രോയിങ്ങിന്റെ പാർട്ട് 1 ആണ്. ഇന്ന് നമ്മള് നോസ് ആണ് വരക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാനൊരു ഡോംസിന്റെ സ്കെച്ച് ബുക്ക് എടുത്തിന്, പിന്നെ ഒരു HB പെൻസിൽ എടുത്തിന്, പിന്നെ ഡാർക്ക് ഷെയ്ഡിന് വേണ്ടി ഒരു 12B പെൻസിലും, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ബ്ലെൻഡിംഗ് ബ്രഷും, ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു നീഡബിൾ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ആ സർക്കിളിന് ടച്ച് ചെയ്ത് ഇതുപോലെ തിരമാല പോലെ ഒരു ഷേപ്പ് വരച്ചു. ലാസ്റ്റ് മൂക്കിന്റെ പാലവും കൂടി വരച്ചു കൊടുത്താൽ നമ്മൾ ഔട്ട്ലൈൻ ഇനിയാണ് ഷെയ്ഡിങ് ചെയ്യുന്നത്. ചിത്രം വരക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇട്ടുകൊടുത്ത ഔട്ട്ലൈൻ ലൈറ്റ് ആയിട്ടൊന്ന് മായ്ച്ചു കൊടുക്കുക. ഔട്ട്ലൈനിൽ മായ്ച്ചു കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മൂക്കിന്റെ 2 പാലത്തിന്റെ സൈഡും ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് ആ ഷെയ്ഡ് നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത്. ബ്ലെൻഡിംഗ് ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും തുണീന്റെ കഷ്ണം അങ്ങനെ വീഡിയോയിൽ കാണുന്ന എന്താണോ അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡാർക്ക് ഷെയ്ഡ് വേണ്ടെടുത്ത് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരാനേ കഴിയൂ. ഇത്രയൊന്നും പറഞ്ഞാൽ ആവൂല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സ് എല്ലാം വെച്ചിട്ട് ഞാൻ ഉടനെ ഒരു ലോങ് വീഡിയോ ചെയ്യും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഹൈലൈറ്റ് കൊടുത്ത് നമ്മളെ മൂക്ക് സെറ്റ് ആയി. നാളെ നമുക്ക് എന്തായിട്ട് ചുണ്ട് വരക്കാം. അപ്പൊ അത് കാണണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ മൂക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറയണ്ടല്ലോ.